ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലില് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഇതിന്റെ തമിഴ് പാണ്ഡ്യൻ സ്റ്റോർ 2 കഥയാണ് പറയാൻ പോണത്. കാരണം സാന്ത്വനം 2 അതുപോലെ തന്നെയാണ് പാണ്ഡ്യൻ സ്റ്റോറിന്റെ അതേപോലെ തന്നെയാണ് ഡയലോഗും എക്സ്പ്രഷനും പോലും അതുപോലെ തന്നെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തമിഴിലെ ഭാഗമാണ് ഞാൻ പറയാൻ പോണത്. അങ്ങനെ ഇന്നാണെന്നുണ്ടെങ്കിൽ അലോകിന്റെയും അനുവിന്റെയും ആദ്യ രാത്രിയാണ് കാണിച്ചത്. ആദ്യ രാത്രി പാലായിട്ട് വരുന്ന അനുവിനെ അലോക് ആട്ടി ഓടിച്ചു വിടുവാണ്. ചി, ഇത് എന്റെ റൂമാണ്, ഇറങ്ങി പോടി ഇവിടെ നിന്ന്, നിനക്ക് നാണല്ലോ അഭിനയിച്ച് ഇവിടെ തകർക്കാനായിട്ട്. ദേ, നീ മര്യാദക്ക് എന്റെ വീട്ടുകാർക്ക് പറഞ്ഞോ, ഞാനും നീയും തമ്മിൽ ഒരു ബന്ധവുമില്ല, ഞാനും നീയും തമ്മിൽ ഒരു സ്നേഹവുമില്ല, പ്രണയമില്ല, ഒരു മണ്ണാങ്കട്ടിയില്ലെന്ന് നീ തന്നെ നിന്റെ ഈ എന്റെ വീട്ടുകാർക്ക് പറയണം. മര്യാദയ്ക്ക് കോടീശ്വരിയായിട്ടുള്ള അമേരിക്കയിൽ കോടീശ്വരിയായിട്ടുള്ള ഒരാളെ വിവാഹം കഴിക്കും, ഒരു പെണ്ണിനെ വിവാഹം കഴിച്ച് ജീവിക്കേണ്ടതായിരുന്നു ഞാൻ. അതും സുന്ദരി കോടീശ്വരി. ഞാനിവിടെ നേരെ അമേരിക്കയിലേക്ക് പോകേണ്ട ഞാനാ ഇപ്പൊ വീണ്ടും ഈ പൊട്ടക്കാട്ടിൽ വന്ന് കിടക്കുന്നത്. അത് നീ കാണുവാണ്. മര്യാദയ്ക്ക് എന്റെ വീട്ടുകാർക്ക് പറഞ്ഞു, നമ്മൾ തമ്മിൽ വിവാഹം കഴിട്ടില്ല, നിന്റെ കഴുത്തിൽ കെട്ടിയേക്കണ ഈ താലി നീ തന്നെത്താൻ അണിഞ്ഞതാണെന്നുള്ള സത്യം നീ തന്നെ എന്റെ വീട്ടുകാർക്ക് പറയണം എന്ന് പറയണം. ഇത് കേൾക്കുന്ന അനു പറയണ്ട, ഞാനെന്തിനത് പറയണം? നീ ഇങ്ങോട്ടേക്ക് ഒരു തള്ളു വെച്ചു, ഞാൻ 2 തള്ളു അങ്ങോട്ടേക്ക് വെച്ചു, അത്ര തന്നെ. അതിന് തിരിച്ചൊന്നും പറയാനൊന്നുമില്ല ആലോക്യം. എടി, ഞാൻ നിന്നെ പ്രണയിച്ചിട്ടില്ലടി, പിന്നെ ഞാൻ നിന്നെ എന്തിനാണ് സ്നേഹിക്കുന്നത്? അതൊക്കെ നിന്റെ കാര്യം, അതൊന്നും എനിക്കറിയില്ല. എന്തായാലും നീ അന്ന് എടുത്ത ആ ഒരു എഡിറ്റഡ് ഫോട്ടോസ് ഉണ്ടല്ലോ, അതെന്തായാലും നന്നായി. അതിപ്പോ കാണിച്ചത് കൊണ്ട് ഇവർക്ക് കൂടുതൽ വിശ്വാസമായി. നീ അന്നത് കാണിച്ചപ്പോൾ ഞാൻ ഒരുപാട് ടെൻഷനായി. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് അതിന്റെ ഗുണം മനസ്സിലായത്. ആ ഫോട്ടോസിലാണ് ഇവരെല്ലാവരും വീണത്. എന്തായാലും ഞാൻ നിന്റെ മുറപ്പെണ്ണല്ലേടാ. ശരിക്കും മുറപ്രകാരം നീ എന്നെ തന്നെയല്ലേ വിവാഹം കഴിക്കേണ്ടത്. നീ എന്റെ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ എന്ന് അലോക് പറയുമ്പോ, ഇത് കൊള്ളാം, ഇനി മുതൽ ഇത് നിന്റെ റൂമല്ല, ഇത് നമ്മുടെ റൂമാണ്. എന്നാ ഈ പാല് കുടിക്കേ. എനിക്കൊന്നും വേണ്ട, നീ ഇതിൽ വിഷം കലക്കി കാണും. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, എന്നാ ഞാൻ കുടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അനു ആ പാല് കുടിക്കാണ്. അത് കാണുമ്പോ അലോക് പറഞ്ഞ, പാലൊക്കെ കുടിച്ചില്ല, നീ എടുത്ത് പോവാൻ നോക്കുക, എന്നിട്ട് എന്റെ വീട്ടുകാർക്കൊക്കെ സത്യം പറ, ഞാനും നീ തമ്മിൽ ഒന്നുമില്ല, ഞാൻ തട്ടിക്കൊണ്ടു പോയതാണ് ശത്രുത തീർക്കാൻ, അല്ലാതെ വേറെ ഒന്നുമില്ലെന്ന് നീ തന്നെ പറയണമെന്ന് പറയുമ്പോ, എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കത്തി എടുത്ത് അലോകിന്റെ കഴുത്തിൽ ഇങ്ങനെ പിടിപ്പിക്കുകയാണ്. ഇതേ മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്, അല്ലെങ്കിൽ നീ എന്നെ കല്യാണം കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് എന്നെ ആവശ്യമില്ല, നീയും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല, നിനക്ക് എന്നെ മതിയായി എന്നൊക്കെ പറഞ്ഞ് ഉപേക്ഷിക്കാന്ന് പറഞ്ഞ് ഇവിടെ ഞാൻ ബഹളം ഉണ്ടാക്കും. പിന്നെ അറിയാലോ, എല്ലാവരും നിന്നെ തന്നെ അതിന് വഴക്ക് പറയണം. പിന്നെ പോലീസായി കേസായി കാര്യങ്ങളായി. അപ്പൊ അതൊക്കെ ഒന്ന് വേണ്ടെന്നാണെങ്കിൽ നല്ല കുട്ടിയായിട്ട് ഇവിടെ കിടന്നോ. അയ്യോ, ഇവിടെ അല്ല, ഞാൻ വേണമെങ്കിൽ കട്ടിലേക്ക് കിടക്കാം, അലോകിന് ഇഷ്ടമാണെങ്കിൽ കട്ടിലേക്ക് കിടന്നോ. ചി, നിന്റെ കൂടെ കിടക്കാനാ, എന്റെ പട്ടി വന്ന് കിടക്കോ. ആഹാ, അലോകിന് പട്ടിയും ഉണ്ടോ? കുഴപ്പമില്ല, എനിക്ക് പട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. പട്ടികളെ നമുക്ക് അങ്ങോട്ട് സ്നേഹം കൊടുത്താലേ തിരിച്ച് സ്നേഹം തരും. മനുഷ്യന്മാരെ പോലെ അല്ല, നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം സ്നേഹം കാണിച്ച് കൂടെ നടക്കുന്ന അവരൊന്നും അല്ല പട്ടികൾ. മനുഷ്യ അവരെന്നല്ല പട്ടികൾ. പട്ടികൾ വെച്ചാൽ നായ്ക്കൾ വെച്ചാൽ സ്നേഹമുള്ളവരാ. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അലോകിന്റെ നായനെ എന്റെ അടുത്തേക്ക് വിട്ടോ, ഞാൻ അതിനെ കെട്ടിപ്പിടിച്ച് കട്ടിലേക്ക് കിടന്നോളാം. അലോക് നിലത്ത് കിടന്നോ. നിന്റെ ഒരു അഹങ്കാരം ഞാൻ കാണിച്ചു തരട്ടെ നിന്നെ എന്നിവിടെ പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പോഴേക്കും മുത്തശ്ശി വരുന്നുണ്ട്. ആഹാ, നീ ഉറങ്ങിയില്ലേ? സമയം ഇത്രയായല്ലോ. പാവം അനുമോള്, നിന്നെ കാത്ത് റൂമിൽ കുറെ നേരമല്ലേ ഇരിക്കണത്. പോടാ, എന്നതിന്റെ ആദ്യ രാത്രിയല്ലേ, അകത്തേക്ക് കയറി കഥ കിടക്കട, ഈ കൊച്ചുങ്ങളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അവിടുന്ന് പോവാണ്. മുത്തശ്ശിയും തെറ്റിദ്ധരിച്ചു. അപ്പോഴേക്കും അനു പറയണ്ട, അലോകേട്ടൻ വന്ന് ഇവിടെ കിടക്ക്. ആഹാ, നീ അലോകെന്നല്ല എത്ര നാൾ വെച്ചു, ഇപ്പൊ ചേട്ടാന്നും കൂടി ആയോ? അതെ, ശരിയാ, അലോകെന്നാണ് ഞാൻ വിളിച്ചോണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ കല്യാണം കഴിഞ്ഞില്ലേ, അപ്പൊ അതുകൊണ്ട് അലോകേട്ടെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല, വേഗം കിടക്ക്, നാളെ നമുക്ക് ബന്ധുക്കളുടെ വീട്ടിലൊക്കെ വിരുന്നിന് പോകണ്ടേ. നീ ഒറ്റക്ക് അങ്ങോട്ട് പോയാൽ മതി. അതെ, മുമ്പാണെങ്കിൽ ഞാൻ ഒറ്റക്ക് പോയനെ, ഇപ്പൊ കല്യാണം കഴിഞ്ഞല്ലോ, അപ്പൊ ഒരുമിച്ചല്ലേ പോവേണ്ടത് എന്നൊക്കെ പറയണത്. നീ വായടിച്ചൊന്നും മിണ്ടാതെ കിടക്കോ, ഞാനിവിടെ മൂലയ്ക്ക് എവിടെയെങ്കിലും കിടന്നോളാം എന്ന് പറഞ്ഞിട്ട് അലോക നിലത്ത് പായ വിരിച്ച് കിടക്കുകയാണ്. അനു സമാധാനത്തോടെ കട്ടിലേക്ക് കിടക്കാട്ടെ. അതേ സമയത്ത് ബാലനാണെങ്കിൽ കുടിച്ച് ആകെ നശിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഈ ഒരാഴ്ച ഫുള്ളും ബാലൻ കുടി തന്നെ ആയിരിക്കും കേട്ടോ. തന്റെ മോള് തന്നെ ചതിച്ചു. തന്റെ മുമ്പിലാണ് അലോകിന്റെ കൈ പിടിച്ചത്. അതായത് ജീവന്റെയും അനുവിന്റെയും കൈ രണ്ടും ചേർത്ത് പിടിക്കേണ്ട ആ ബാലനെ ഇപ്പൊ കാണേണ്ട വന്ന കാഴ്ച എന്ന് പറഞ്ഞത് അലോക് എന്ന് പറഞ്ഞ വൃത്തികെട്ടവന്റെ കൈ പിടിച്ച് അനു കൃഷ്ണമംഗലത്ത് വലതുകാലം വെച്ച് കയറുന്നതാണ് കാണേണ്ടി വന്നത്. അത് ആലോചിച്ച് ബാലൻ വീണ്ടും വീണ്ടും കുടിയോട് കുടിയാട്ടോ. പക്ഷെ തന്റെ വീട്ടുകാരെ നാണം കെടുത്തിയ അലോകിനെയും അലോകിന്റെ അച്ഛനും അമ്മേനെയും പകരം വീട്ടാനാണ് അനു വന്നേക്കണത്. ബാലൻ അറിയില്ലല്ലോ, പക്ഷെ ബാലൻ അറിയും. ഒരു 3 മാസം സമയം പിടിക്കും കേട്ടോ. ഇപ്പത്തെ എപ്പിസോഡ് ഒരു 100 എപ്പിസോഡും കൂടി കഴിയുമ്പോഴാണ് ഈ സത്യങ്ങളൊക്കെ ബാലൻ അറിയണത്. തമിഴിൽ ഇത് 456ാമത്തെ എപ്പിസോഡാണ്. അത് 550 എന്തോ ആകുമ്പോഴാണ് ബാലൻ സത്യങ്ങൾ അറിയണം കേട്ടോ. എന്തായാലും അനു പിറ്റേ ദിവസം രാവിലെ, അതായത് ആദ്യരാത്രി കഴിഞ്ഞല്ലോ, മറ്റുള്ളവരെ അറിയിക്കണോട്ടോ ആദ്യരാത്രി കഴിഞ്ഞ കാര്യം. അതുകൊണ്ട് അനു എന്താ ചോദിച്ചാൽ ആദ്യരാത്രി കഴിഞ്ഞ പോലെ മുടിയൊക്കെ ആ മുല്ലപ്പൂവൊക്കെ പിച്ച് ചീന്തി അവിടേക്ക് ഇട്ട് നെറ്റിയിൽ സിന്ദൂരൊക്കെ മായച്ച് ആദ്യരാത്രി കഴിഞ്ഞൊന്നും മട്ടിൽ വല്ലാത്ത ക്ഷീണമൊന്നും ഇപ്പോൾ അടുക്കളയിൽ ഇങ്ങനെ പോവാട്ടെ. അപ്പൊ അവര് വേഗം ആദ്യരാത്രിയൊക്കെ കഴിഞ്ഞിട്ടുള്ള അനു അങ്ങനെയൊക്കെ പറയണേന്ന് വിചാരിക്കും. അവര് ശരിക്കും സീരിയസ് ആയിട്ട് ഇവിടെ ഫസ്റ്റ് നൈറ്റ് ഒക്കെ കഴിഞ്ഞെന്ന് വിചാരിക്കും. പക്ഷെ അനുയുടെ അഭിനയമാണെന്നുള്ള കാര്യം അലോകിനെ മാത്രമല്ലേ അറിയുള്ളൂ. അനു പറഞ്ഞിട്ട് രാവിലെ എനിക്ക് കുറച്ച് പർച്ചേസ് ഉണ്ട്,
ആണെങ്കിൽ ഞാൻ ഒന്നും എടുക്കാതെ വന്നത്. ദേ ഇട്ട ഈ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. എനിക്ക് കുറച്ച് പർച്ചേസ് ഉണ്ട്. അലോകെ ഏട്ടാ വാ ഏട്ടാ നമുക്ക് പർച്ചേസിന് പോവാം. നീ തന്നെ പോയിക്കോ. ആ ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനു ഒരു വണ്ടി വിളിച്ചിട്ട് അവിടെ നമ്മൾ പർച്ചേസിനെന്ന് പറഞ്ഞ് പോവാട്ടോ. കുറെ നേരം കഴിഞ്ഞിട്ട് അനുവിനെ കാണുന്നില്ല. അവൾ ഇതുവരെ കാണുന്നില്ലല്ലോ എന്ന് രാജശ്രീ പറയുന്നുണ്ട്. അല്ല അവൾ എങ്ങോട്ടേക്കാ പോയത് എന്ന് അലോക് ചോദിക്കുമ്പോഴേക്കും അവൾ നിന്നോട് പറഞ്ഞിട്ടല്ലേ പോയ പർച്ചേസിന്. അപ്പൊ അവളുടെ കയ്യിൽ പൈസയോ അതൊന്നും എനിക്കറിയില്ല എന്ന് പറയാണ്. തിരിച്ചു വരുന്ന അനു ഒരുപാട് ഗോൾഡുകളും ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചിട്ടാണ് വരുന്നത്. ആഹാ മോളൊരു കട മുഴുവൻ വാങ്ങിച്ചല്ലോ എന്ന് അച്യുതനും അനന്തനും പറയുമ്പോ അതെ അറിയാലോ അമ്മാവ, ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും പുറത്തു പോകുമ്പോഴൊക്കെ ഞാൻ നല്ല നല്ല ഡ്രസ്സ് ഇട്ടിട്ടാണ് പോകണ്ടായിരുന്നത്. അച്ഛൻ അങ്ങനെയാണല്ലോ, ഡ്രസ്സുകൾ ഞങ്ങള് ടിപ്പ് ടോപ്പായിട്ട് നടക്കണം, അത് അച്ഛന് നിർബന്ധമാണ്. തേച്ച് വടി പോലെയാക്കിയ ഡ്രസ്സ് വേണം. ഞാനും വീട്ടിലെ അമ്മയും ചേട്ടന്മാരൊക്കെ ഇടാൻ, ഏടത്തിമാരും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് പുതിയ കുറേ അധികം ഡ്രസ്സ് വാങ്ങിച്ചു. ഒരു 50 ഡ്രസ്സെങ്കിലും വാങ്ങിച്ചു. അപ്പൊ അലോക് ചോദിക്കണ്ട്, ഈ 50 ഡ്രസ്സൊക്കെ മേടിക്കാൻ നിന്റെ കയ്യിൽ എവിടെയാ പൈസ? ഓഹോ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ നീ നിന്റെ ATM കാർഡായിട്ടാണ് വന്നതല്ലേ? അല്ല പഠിക്കുന്ന നിനക്ക് നിന്റെ അച്ഛൻ ഇത്രമാത്രം പൈസ തരും? അല്ല അയാളൊരു ആർക്ക് പിഷ്കനാണല്ലോ, അതുകൊണ്ട് ചോദിച്ചാണ്. ഓ ചിലപ്പോ നിന്റെ വിവാഹത്തിന് വേണ്ടി ഇട്ടുതന്ന ആ ഒരു മാല അത് ഡയമണ്ട് ആയിരുന്നോ? അത് നീ രാവിലെ തന്നെ കൊണ്ടേ വിറ്റോ എന്നൊക്കെ ചോദിക്കാണ് അലോക്. അത് കേൾക്കുന്ന അനു പറയുന്നുണ്ട്, എന്താ അലോകേട്ടാ ഇത്? ഇനി മുതൽ അലോകേട്ടന്റെ മാല എന്റെ മാല, അലോകേട്ടന്റെ പൈസ എന്റെ പൈസ അങ്ങനെയൊക്കെ ഉണ്ടോ? അലോകേട്ടന്റെ പൈസ എന്റെ പൈസ, എന്റെ പൈസ അലോകേട്ടന്റെ പൈസ. അതുകൊണ്ട് അലോകേട്ടന്റെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടാ ഞാൻ ഇതെല്ലാം വാങ്ങിച്ചത്. ഇടി പരമദ്രോഹി, എന്റെ ക്രെഡിറ്റ് കാർഡോ? അതെ അത് ഒരു ക്രെഡിറ്റ് കാർഡല്ല, അലോകേട്ടന് 3 ക്രെഡിറ്റ് കാർഡില്ലേ, അത് 3 വെച്ച് അതിന്റെ എനിക്കതൊരു മാക്സിമം എടുക്കാൻ പറ്റുന്ന പൈസ വളരെ കുറവായിരുന്നു. പിന്നെ ഞാൻ ഡെബിറ്റ് കാർഡ് എടുത്തു. പിന്നെ അലോകേട്ടന്റെ ഒരു മാല എനിക്ക് കൊടുക്കേണ്ടി വന്നു. എനിക്കൊരു മാല മേടിക്കാനേ, കാരണം എനിക്ക് ആ ഒരു മാല മാത്രമേ ഉള്ളൂ, അതാണെങ്കിൽ റോൾഡ് ഗോൾഡാ. അപ്പൊ നീ എന്നിട്ടുണ്ടോന്നാ ആ കയ്യിലും കഴുത്തിലുണ്ടായതെല്ലാം റോൾഡ് ഗോൾഡ് ആണോ? പിന്നെ അല്ലാതെ കല്യാണത്തിനല്ലേ എല്ലാവരും സ്വർണ്ണം ഇടുള്ളൂ, ഹൽദിക്ക് സ്വർണ്ണം ഒന്നും ഇട്ടില്ലല്ലോ, റോൾഡ് ഗോൾഡല്ലേ ഇടുള്ളൂ, അത് റോൾഡ് ഗോൾഡാ. ആകെ ഉണ്ടായിരുന്നത് ആ കഴുത്തിലെ പതക്കം പോലത്തെ മാലയായിരുന്നു, അതും റോൾഡ് ഗോൾഡ് ആണോ എന്ന് അലോക് ചോദിക്കുകയാണ്. പിന്നെ അല്ലാതെ എന്തായാലും ഞാൻ മേടിച്ച ഡയമണ്ട് മാല എങ്ങനെയുണ്ട്, സൂപ്പർ ആയിട്ടുണ്ടോ? ഈ മാലയുടെ വില കേട്ടാല് അലോകിന്റെ കണ്ണ് തള്ളും. ഓ അല്ലെങ്കിൽ എന്റെ കണ്ണ് തള്ളി തന്നെയാ നിക്കണത്, നീ എത്ര രൂപ പറ, അല്ലെങ്കിൽ വേണ്ട എനിക്ക് കേൾക്കണ്ട എന്ന് പറയണം. അലോക് മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ മെസ്സേജ് ആ സമയത്തൊക്കെ നോക്കുമ്പോഴേക്കും ഇങ്ങനെ കാർഡിൽ പൈസ പോയ മെസ്സേജ് അതിലേക്ക് വന്നോണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. രാവിലെ തന്നെ അലോക് അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായില്ല. അലോകിന്റെ ഫോൺ സൈലന്റ് ആക്കിയിട്ടാണ് അനു പോയത്. നോക്കുമ്പോഴേക്കും 30,000 രൂപ ഡെബിറ്റ് ക്രെഡിറ്റ് ഇങ്ങനെ എടുത്തു, ട്രാൻസ്ഫർ ചെയ്തു. അതുപോലെ തന്നെ 50 രൂപ, 60 രൂപ, പിന്നെ 1 ലക്ഷം, അങ്ങനെ 10 രൂപ, 20 രൂപ, അങ്ങനെ എവിടെയൊക്കെ പൈസ ചെലവാക്കാവോ അവിടെയൊക്കെ അനു പൈസ ചെലവാക്കാണ്. പിന്നെ അനു പറയുന്നത് ഞാനൊരു കാറും കൂടി ബുക്ക് ചെയ്യാൻ വേണ്ടി വിചാരിച്ചു. പിന്നെ വേണ്ട, അലോകേട്ടന് കൂടി തീരുമാനിച്ചിട്ട് ഏത് കാർ എടുക്കണമെന്നൊരു തീരുമാനം കൊണ്ട് ഞാൻ എടുത്തില്ല. അലോകേട്ട നമുക്ക് നല്ലൊരു കാർ എടുക്കണം കേട്ടോ. അതിനെന്താ, ഇവിടെ നല്ലൊരു കാർ ഉണ്ടല്ലോ. അങ്ങനെയല്ല, നമുക്ക് മാത്രം വെറുതെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ, നമുക്ക് രണ്ടുപേർക്ക് മാത്രം ചെറിയൊരു കാർ അതെടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനു അകത്തേക്ക് പോവാണ്. മുത്തശ്ശിക്ക് കാര്യം മനസ്സിലായ അനു പണി കൊടുക്കണേ കേട്ടോ. മുത്തശ്ശിക്ക് സന്തോഷം ആവുന്നത്. എന്തായാലും തമിഴിൽ ഈ ഭാഗമൊക്കെ നല്ല രസമായിട്ട് കാണാനായിട്ട്. ഞാൻ പറയുന്ന പോലെയല്ല, പറഞ്ഞതിനേക്കാളും സൂപ്പറാണ് ഈ ഭാഗം കാണാനായിട്ട്. അപ്പൊ ആ ഒരു ഭാഗം എന്തായാലും മലയാളത്തിൽ വരും. നമ്മുടെ അനുവിന്റെ അഭിനയം ഇപ്പൊ ഒരു ദിവസം പോകുന്ന നല്ല നല്ല രസമായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇന്നത്തെ അഭിനയമൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങൾ തമിഴിനേക്കാളും സൂപ്പർ ആയിരിക്കും, അതിലൊരു സംശയമില്ല കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.